വാഴപ്പിണ്ടി കറി വെക്കാനേ പിണ്ടി എടുത്തോണ്ട് വരാം. വരുവാ സൂക്ഷിച്ചു പോണേ. സൂക്ഷിച്ചു അമ്പു ശ്രദ്ധിച്ചു പോണേ. നല്ലതാണോന്നേ, നല്ലതാണെങ്കിൽ കൊണ്ടാകും. പിണ്ടി കാണും കൂടി കേടാണെങ്കിൽ. ഏത് വാഴയുടെ പിണ്ടി എടുക്കുന്നേ കറി വെക്കാൻ? ഇത് പാളയംകോടനാണ്. പാളയംകോടനാണ് നല്ലത്. വേറെ വാഴയുടെ പിണ്ടിയൊക്കെ കറി വെക്കുവോ? വാഴയുടെ പിണ്ടി കൊടുക്കും. പാളയംകോടന് ഏത്തയാണ് കറി വെക്കാൻ ഏറ്റവും നല്ലത്. സൂക്ഷിച്ച് വെട്ടിയില്ലേ നേരത്ത് കറ പറ്റും. ഡ്രസ്സേലേ ലൈറ്റെല്ലാം കറ പറ്റും. സൂക്ഷിച്ച് കറയാ. ഇതാണ് നമ്മുടെ പിണ്ടി. ഹായ് അമ്പു, നമ്മുടെ പിണ്ടി റെഡി. വാഴയുണ്ടോ നോക്കാം. ഒരു വാഴ പെടന്നു പോയല്ലേ മഴയത്ത്, കാറ്റത്ത്. ഭയങ്കര നിറയും കാറ്റുമല്ലായിരുന്നു. നമുക്ക് ഇച്ചിരി കറിവേപ്പില കൂടി ഒടിച്ചോണ്ട് പോകാം. ഓക്കെ, ഞാൻ ഓടിക്കാം. നമുക്കിതിന് മുളക് കൂടെ പറിച്ചോണ്ട് പോകാം. കാന്താരി പറിക്കാം. ഇത് നോക്കി, മുളക് പറിക്കണ്ട മോനെ. മുളക് പറിച്ചിട്ട് നമുക്ക് താഴെ പോയി വേറെ വാഴയുണ്ടോ നോക്കാം കേട്ടോ. നല്ല വെയിലായി. മുളക് നമ്മൾ കുറച്ച് പറിച്ചായിരുന്നു, ഇപ്പം ഉണ്ടായി വരുന്നുള്ളൂ അല്ലേ. നിറച്ച് പൂവ് മൊട്ടും. ചെറിയ മൂത്തില്ല. കഴിഞ്ഞ ദിവസമല്ലേ കുറേ പറിച്ചത്. ഇതിങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് അരിയണം. എന്നിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇങ്ങനെ അത് ഒരു 5-6 കഷ്ണം കൂട്ടി അരിഞ്ഞ് കാണിക്കാവേ. വെള്ളത്തിലേക്ക് ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഉണ്ടോ വട്ടം ചെറുതായിട്ട് അരിയണം. കട്ടി കൂട്ടി അരിഞ്ഞാൽ അതിലൊരു നൂലുണ്ട്. ആ നൂല് മൊത്തം പോരുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ കനം കുറച്ച് അരിയണം. പിണ്ടിക്കറിക്കുള്ള തേങ്ങ ഒതുക്കിയെടുക്കുക. ഇത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, തേങ്ങ, മുളക്, ഉള്ളി, കറിവേപ്പില, ജീരകം, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഇതിനുള്ള ഉപ്പ്. നമ്മൾ ഉപ്പ് അരയ്ക്കുമ്പോൾ അരപ്പിനുള്ളത് മാത്രം അരച്ചാൽ മതി കേട്ടോ. ഇത് നമ്മൾ പയറൂടി ഇട്ടാണ് വെക്കുന്നത്. നമ്മൾ ഇന്ന് ഇച്ചിരി പയറൂടി ഇട്ടാണ് വെക്കുന്നത്. ഞാൻ പയർ ഇന്നലെ മുളയ്ക്കാൻ വേണ്ടി മുളച്ചു കേട്ടോ. മുളച്ചു. അത് കൂട്ട് കുറച്ച് ഞാൻ എടുത്തതാണ്. മുളക് വരുന്നതേ ഉള്ളൂ. വൻപയറ് എല്ലാം മുളപ്പിച്ച് കറി വെക്കുവാണെങ്കിൽ അതിന് ഗുണം കൂടുതൽ. ഞാൻ സാധാരണ ചെറുപയറ് മുളപ്പിച്ചാണ് വെക്കുന്നത്. ഇതിപ്പോൾ തോരൻ വെക്കാൻ മുളപ്പിക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു. പിന്നിപ്പോൾ പിണ്ടി കിട്ടിയത് കൊണ്ട് പിണ്ടിക്കകത്തും കുറച്ചിടാം. അതെങ്ങനെയുണ്ട്? അത് കൊള്ളാം. ഞാൻ സാധാരണ പയറിടുമ്പോൾ ഇച്ചിരി കൂടുതലങ്ങ് ഇട്ടേക്കും. മുളച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് 2-3 ദിവസം കറി വെക്കാൻ പറ്റും. ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലല്ലോ. മുളപ്പിച്ച് വെക്കുമ്പോൾ അതിന് വേറെ നല്ലൊരു രുചിയാണ്. ഒരു കൂണ് കറി വെക്കുന്ന ഒരു ടേസ്റ്റാണ് മുളപ്പിച്ച് വെക്കുമ്പോൾ. ചെറുതായിട്ടല്ല, നന്നായിട്ട് മുളയ്ക്കണം അന്നേരം അല്ലേ. പിണ്ടിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഇങ്ങനെ കഴുകി വരാൻ നേരത്തെ ഒരു കമ്പ് എടുക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കമ്പ് കൊണ്ട് ചുറ്റുമ്പോൾ ഈ സാധനം നമ്മൾ കളഞ്ഞിട്ട് വേണം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കമ്പ് എടുത്താൽ മതി. ഇച്ചിരി ഈർക്കിലി കൊണ്ട് ചുറ്റിയാലും പോരും. ഈർക്കിലിയേക്കാളും ഇത് കണ്ടോ ഇത്രയും കിട്ടും. ഈർക്കിലിയേക്കാളും ഇച്ചിരി കൂടെ വണ്ണമുള്ളൊരു കമ്പാണെങ്കിൽ മുഴുവൻ പോകും. ആ സാധനം നമ്മൾ കളയും. ഇത് തീർന്നു, എല്ലാം തീർന്നതാണ്. എന്നിട്ട് നമ്മൾ കഴുകി വാരി എടുത്ത്
അരപ്പും ചേർത്ത്. ഇതിപ്പോൾ പയർ മുളപ്പിച്ചതായതുകൊണ്ട് അതിന് ഒത്തിരി വേവൊന്നും ഇല്ല. നമ്മൾ അരപ്പൊക്കെ അരച്ച് എല്ലാം കഴുകി വാരി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിനി കറി വെച്ചാൽ മതി. സാധനങ്ങളെല്ലാം അടുപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്റ്റൗവേലല്ല വെക്കുന്നത്, ഇന്ന് നമുക്ക് അടുപ്പേ വെക്കാം. അരപ്പെല്ലാം അരച്ച് പയറെല്ലാം സെറ്റാക്കിയതല്ലേ. ഇന്ന് നമ്മൾ സ്റ്റൗവേലല്ല ഇന്ന് വെക്കുന്നത്, ഇന്ന് അടുപ്പേലാണ് മൺചട്ടിക്കകത്ത് കേട്ടോ കറി വെക്കുന്നത്. എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉള്ളി, കരിയാപ്പില നല്ല മൂത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി ഉഴുന്നും കൂടി ഇട്ടു. ഉഴുന്നുകൂടി ഇട്ടിട്ട് ഉഴുന്ന് ചുമന്ന് കഴിയുമ്പോൾ അരപ്പങ്ങ് ഇടണം. അരപ്പ് തന്നെ അങ്ങ് ഇട്ടിട്ട് അരപ്പൊന്ന് ഇച്ചിരി നന്നായിട്ട് ഇളക്കി ഒന്ന് വെള്ളമൊന്ന് വറ്റി ഒന്ന് ഒലന്ന് വരണം. എന്നിട്ടേ ബാക്കി നമ്മുടെ പിണ്ടി അരിഞ്ഞതും പയറും ഒക്കെ ഇടാവുള്ളൂ. എന്നാൽ അതിൻ്റെ ഒരു രുചി കിട്ടുകയുള്ളൂ. അല്ലെ അരപ്പിൻ്റെ ഒരു പച്ചച്ചുവ ഉണ്ടാവും. ഒലന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പിണ്ടി ഇടണം. എന്നിട്ട് പയറും ഇടണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കണം. പയർ കുതിർത്തിയതായതുകൊണ്ട് ഒത്തിരി വേവൊന്നുമില്ല കേട്ടോ. പിണ്ടിയുടെ ഒപ്പം വേവേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കരുത്. ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർന്ന പയറല്ലേ, മുളച്ചതുമാണ്. അപ്പം ചെറിയ വേവേ ഉള്ളൂ. കുതിർക്കാണ്ട് മുളപ്പിക്കാത്തതൊക്കെ ആണെങ്കിൽ പയറിന് നല്ല വേവുണ്ട്. അന്നേരം അത് കുക്കറിലോ എങ്ങനെയാലും വേവിച്ചിട്ട് ഇടാവുള്ളൂ. ഇതിപ്പം മുളപ്പിച്ച പയറായതുകൊണ്ട് ഒട്ടും ചെറിയ വേവേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് വേവിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ഒഴിക്കണം. നമ്മൾ അരപ്പിനുള്ള ഉപ്പ് നമ്മൾ അരച്ചതായിരുന്നു, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഒഴിക്കണ്ട. നമ്മൾ കുറച്ച് ഇതിന് ഉള്ള ഉപ്പ് ഒഴിക്കുക. എന്നിട്ട് ഒരു കുറച്ച് വെള്ളം, ഒത്തിരി വേവൊന്നുമില്ല പയറിനും ഇല്ല, ഒത്തിരി വേവ് പിണ്ടിക്കും ഇല്ല. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് തട്ടിപ്പൊത്തി വെച്ച് മൂടി വയ്ക്കുക. ഞങ്ങൾ മൂടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വേവട്ടെ ഇല്ലേ. അങ്ങനെ നമ്മുടെ കറി റെഡിയായി, നന്നായിട്ട് ഒലന്നിട്ടുണ്ട്. പയറും വെന്തു, പിണ്ടിയും പയറും എല്ലാം കൂടെ ഭയങ്കര സെറ്റായിട്ട് ഭയങ്കര യോജിപ്പിലായി. നല്ലതല്ലേ, നല്ല ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഇതുപോലെ നിങ്ങളും ഒന്ന് വെച്ച് നോക്കിക്കേ, നല്ലതാണോ എന്ന്. പിണ്ടിയുടെ കൂടെ ചെറുപയറിട്ട് എന്നിട്ട് എല്ലാവരും അഭിപ്രായവും പറയേ. സൂപ്പറായിരിക്കും.